ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് +1 ഒപ്പം CS പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്. +1 +2 ഒക്കെ ആയിരിക്കുന്ന സമയത്ത് കോഴ്സ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ +2 പഠനത്തിന് ഭയങ്കര ഗുണകരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ പേരൻസും കുട്ടികളും ഒക്കെ ചോദിക്കുന്നതാണ്. റീസെന്റ് വന്നൊരു കമന്റ് ആയിരുന്നു അത്. അപ്പം നമ്മൾ വിചാരിച്ചു അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ പറയാം, +1 +2 ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ കോഴ്സുകൾ, അതായത് ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളുടെ ഫൗണ്ടേഷൻ ചെയ്ത് വെക്കുന്നത് ഇപ്പൊ പൊതുവെ എല്ലാ ആളുകളും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പൊ CA പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ CMA പഠിക്കുന്ന ഒരു കുട്ടി, അവരെയൊക്കെ സംബന്ധിച്ച് അവർ പഠിക്കുന്ന മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അതായത് CA-ലായാലും CMA-ലായാലും അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ സിലബസിൽ ഫുൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ +2 ആയിരിക്കുന്ന സമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ, +2 കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ആഡ് ഓൺ ആയിരിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു A+ ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും, കാരണം അവർ കുറച്ചും കൂടെ ഡെപ്തില് കൺസെപ്റ്റ് പഠിക്കുന്നത് കൊണ്ട്. പക്ഷെ CS പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ഈ +1 ഒപ്പം തന്നെ ഇത് ചെയ്തിടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CSCT-യുടെ സിലബസ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന അക്കൗണ്ടൻസി ഇൻക്ലൂഡഡ് അല്ല. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. +2 പഠിക്കുന്ന ഒരു കുട്ടി അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ടാവും, പക്ഷേ CSCT-യിൽ അക്കൗണ്ടൻസി ഇല്ല. ലോ ആണ് അവിടെ, നമ്മൾ ബേസിക്സ് ഓഫ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. ലോ നിങ്ങളുടെ +2-ന് പഠിക്കാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് +2-ലേക്ക് ഒന്നും കോൺട്രിബ്യൂഷൻ വരില്ല. പിന്നെയുള്ളത് CSCT-യിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടൊരു പേപ്പർ ഉണ്ട്. ഇപ്പൊ ലോ പറഞ്ഞു, അതിന്റെ കൂടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് CSCT-യിൽ കവർ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ CSCT-യുടെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കണ്ടന്റ് കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന കണ്ടന്റുകളിൽ ഒന്നും +2-ന് നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനങ്ങളും നിങ്ങൾ പഠിക്കില്ല. പിന്നെ CSCT-ക്ക് വാലിഡിറ്റി ഉണ്ട്. CSCT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം CS എക്സിക്യൂട്ടീവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നമുക്കറിയാം. അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ 1 ഇയർ ആണ് അതിന് വാലിഡിറ്റി. നിങ്ങൾ +1 ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ എൻട്രൻസ് എക്സാം എഴുതിയിട്ടാലും നിങ്ങളെ സംബന്ധിച്ച് +2 കഴിഞ്ഞ് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമാണ് നമുക്ക് എക്സിക്യൂട്ടീവ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വാലിഡിറ്റി കഴിഞ്ഞു പോയല്ലോ. പിന്നെ ഇനി +2 ആയിരിക്കുമ്പോൾ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരുപാട് ടൈം സേവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഈ CSCT എന്ന് പറയുന്നത് വർഷത്തിൽ 4 തവണ അറ്റംപ്റ്റുകൾ നടക്കുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ നിങ്ങളുടെ മാർച്ചിലെ എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ ഇമ്മീഡിയറ്റ് എക്സാം വരും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ വരും, ദെൻ നവംബർ, പിന്നെ ജാനുവരി, ഇങ്ങനെയാണ് അറ്റംപ്റ്റുകൾ വരുന്നത്. അപ്പോ 4 വർഷം നടക്കുന്ന 4 തവണയായിട്ട് നടക്കുന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 വർഷം ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ഒരാവശ്യം ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളിപ്പോ +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ +2-ൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. CSCT എഴുതണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അത്രയും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നേരത്തെ എഴുതണം എന്നുണ്ടെങ്കിൽ അത് +2 ആയിരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. കാരണം അതിനുള്ള ഒരു സിലബസേ ഉള്ളൂ. ICSE-യുടെ വെബ്സൈറ്റിൽ തന്നെ ഈ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഏരിയയിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പിൽ എക്സാം എഴുതാൻ പറ്റും. ഇത്രയും ചെറിയൊരു സാധനം, ഏകദേശം ഒരു 150 മണിക്കൂർ ഒക്കെയാണ് നമുക്ക് റെഗുലർ ആയിട്ട് പോയാൽ അതിന് ക്ലാസ് വരിക. അപ്പൊ അത്രയും ഒരു സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന +2-ൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഡീവിയേറ്റ് ചെയ്ത് കളയേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ ഇതേ സാധനം CMA CA ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അതിനെപ്പറ്റി അത് താല്പര്യമുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം. പക്ഷെ CS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി +2-ന്റെ ഒപ്പം അത്രയും വലിയൊരു എഫേർട്ട് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ ആലോചിച്ച് മാത്രം എടുക്കുക. ഇനി അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ റീതിങ്ക് ചെയ്യുക. ഇനി അതുമല്ല, നിങ്ങൾ ഇപ്പം അങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് CSCT-യിലേക്ക് മാത്രം എടുക്കുക. ഇപ്പം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അത് CSCT-യിലേക്ക് മാത്രം എടുക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ CSCT പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഒരുമിച്ച് എടുക്കുമ്പോൾ ഉള്ള കോംബോ ഓഫർ അങ്ങനൊന്നും ആലോചിക്കേണ്ടെന്ന് ആവശ്യമില്ല. എൻട്രൻസിനെ എൻട്രൻസ് ആയിട്ട് കണ്ടാൽ മതി. എൻട്രൻസ് എഴുതി ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ കോഴ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ കോഴ്സിന്റെ ഫീസ് ഇപ്പോഴേ അടച്ച് അഡ്മിഷൻ ഒന്നും ബ്ലോക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രം അതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കുക.